ഹലോ ഫ്രണ്ട്സ്, മഴതോരു മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയും അപ്പച്ചനും കൂടെ രാവിലെ തന്നെ നടക്കാനൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് അലീന തൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങളെല്ലാം അപ്പച്ചനോട് പറയാട്ടോ. അപ്പച്ചനത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആവുകയാണ്. ബ്രിജിത മമ്മി തന്നെ വളർത്തിയതും സ്കൂളിൽ വിടുന്ന കാര്യങ്ങളും തനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ. അപ്പച്ചന് ഇൻട്രസ്റ്റോടു കൂടി അതെല്ലാം കേട്ടുകൊണ്ട് നടക്കുകയാണ് ഇവർ രണ്ടുപേരും. ഇടയ്ക്ക് അലീന പറയാണ്, അപ്പച്ച നന്നായിട്ട് കിതയ്ക്കുന്നുണ്ടല്ലോ. അതൊന്നും കുഴപ്പമില്ല, മോള് പറഞ്ഞു, മോളുടെ കാര്യം കേൾക്കാൻ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി എന്ന് പറയാം കേട്ടോ. അങ്ങനെ അലീന അവിടെ എങ്ങനെയാണ് വളർന്നത്, തൻ്റെ ഓരോരുത്തരും അനാഥാലയങ്ങളിൽ ഇങ്ങനെ അച്ഛനോ അമ്മയോ ഒന്നും ഇല്ലാണ്ട് ജീവിക്കും പോലും എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാൻ എനിക്ക് അച്ഛനും അമ്മയും ആരുമില്ല. പക്ഷേ ചില കുട്ടികൾക്ക് ഒന്നേ അച്ഛൻ കാണും, ചിലപ്പോൾ അമ്മ കാണും, ആരെങ്കിലുമൊക്കെ കാണും. വല്ലപ്പോഴും ഒക്കെ അവരൊക്കെ വന്ന് നോക്കാറുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. എനിക്കും ഇതുപോലൊരു അച്ഛനുണ്ടോ, അച്ഛൻ എങ്ങനെയാണ് എനിക്ക് ഉണ്ടാവുക, എവിടുന്നാണ് ഉണ്ടാവുക, എനിക്കൊരു അച്ഛനെ വാങ്ങി തന്നുകൂടെ എന്ന് ഞാൻ ബ്രിജിത മമ്മിയോട് പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. അന്നൊക്കെ ബ്രിജിത മമ്മി എന്നോട് പറയുന്നത് എന്താണെന്നറിയോ, അതൊന്നും വാങ്ങിച്ചു തരാൻ പറ്റുന്നതല്ല, അത് ഓരോരുത്തർക്കും അങ്ങനെ ദൈവം കൊടുക്കുന്നതാണ്. അപ്പോൾ എനിക്കെന്തേ ദൈവം തരാത്തതെന്ന് ഞാനും ഇങ്ങനെ സങ്കടപ്പെട്ട് ചോദിക്കാറുണ്ട് അപ്പച്ച, എനിക്കെന്തേ അച്ഛനെ ദൈവം തരാത്തതെന്ന്. അപ്പോഴൊക്കെ ബ്രിജിത മമ്മി എന്നെ ആശ്വസിപ്പിച്ചിരുന്നത് എങ്ങനെയാണെന്നറിയോ, ദൈവം തന്നിട്ടില്ലെങ്കിലേ അങ്ങനെയുള്ളവർക്ക് അച്ഛൻ എന്ന് പറയുന്ന ദൈവം തന്നെയാണ്, ദൈവത്തെ തന്നെ അച്ഛനായിട്ട് കണ്ടാൽ മതി എന്നിങ്ങനെ ബ്രിജിത മമ്മി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അലീന ഭയങ്കര നെർവസായിട്ടും സങ്കടത്തോടു കൂടിയാണ് അപ്പച്ചനോട് പറയുന്നത് കേട്ടോ. അപ്പച്ചൻ ഇതെല്ലാം കേട്ടിട്ടും മനസ്സ് നല്ല പ്രയാസമുണ്ട്. ഇത്രയും വർഷം അവൾ ആരോരുമില്ലാണ്ട് കഴിയേണ്ടി വന്നല്ലോന്ന്. അതൊക്കെ പോട്ടെ, പിന്നെ നിൻ്റെ ബ്രിജിത മമ്മി എങ്ങനെയായിരുന്നു ആൾ, പിന്നെ എങ്ങനെയാണ് നിന്നെ വളർത്തിയത്, എന്തൊക്കെയാണ് നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് മുത്തശ്ശൻ ആവേശത്തോടുകൂടി ബ്രിജിത മമ്മിയെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. അലീനയും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓരോന്നും ഓർത്തും അപ്പച്ചനോട് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് നിറഞ്ഞു പോവുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ നടന്ന് വരികയാണ്. അച്ഛനില്ലാത്തതിൻ്റെ ആ വിഷമം ഒക്കെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് തിരിച്ച് അവർ നടന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ. വരുന്ന സമയത്ത് ഇവിടെ വിനോദും ആൻ്റപ്പനും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും കൂടെ പറയണം, പത്തനാപുരത്ത് നിന്ന് ഈ പെങ്കൊച്ചിനെ കെട്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളാ അവതക്കുട്ടിച്ചായം. എന്നിട്ട് ഇതേ അവിടെ തോളിൽ കൈയും ഇട്ട് വരുന്നു. കാരണം അലീനയുടെ കണ്ണ് നിറഞ്ഞപ്പോൾ അപ്പച്ചന് സങ്കടമായി. മോള് വിഷമിക്കണ്ട, ഇനി ഇവ മോളുടെ സങ്കടങ്ങളെല്ലാം തീരും, അച്ഛനൊക്കെ ഉണ്ടല്ലോ നിനക്ക് എന്നും പറഞ്ഞ് തോളി കൈയിട്ടാണ് വരുന്നത്. ഇത് കാണുമ്പോഴാണ് ഇവരിങ്ങനെ ചോദിക്കുന്നത്. അപ്പം ആൻ്റപ്പം പറയാം, അത് ശരിയാണല്ലോ, എന്ത് മറിമായാണെന്തോ, ഈ പെണ്ണിൻ്റെ കയ്യിൽ എന്തോ മായപ്പൊടി ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അവതക്കുട്ടിച്ചായനെ മയക്കിയെടുത്തതാണ് തോന്നുന്നത് എന്ന് ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇവർ നടന്നടുത്തേക്ക് വരുമ്പോൾ അവതക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? എടാ വിനോദേ, നിനക്ക് രാവിലെ ജോലിയൊന്നുമില്ലേ? മുന്നേയും ഇവിടെ ലാലിച്ചൻ ഒരിടത്തും പോണ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അയ്യോ ഇല്ല, ഒരിടത്തും പോണ കാര്യം പറഞ്ഞില്ല. അല്ല പിന്നെ പോവുകയാണെങ്കിൽ പോവാം, എനിക്കിന്ന് വേറെ പണിയൊന്നും ഇല്ലയെന്ന് പറയുമ്പോൾ കൊള്ളാം, നന്നായിട്ടുണ്ട്, പണി ചെയ്താലും ഇല്ലെങ്കിലും കൃത്യമായിട്ട് ശമ്പളം തരുന്നുണ്ടല്ലേ? ഉണ്ട്. അത് കൊള്ളാം, പണി ചെയ്തില്ലെങ്കിലും കൃത്യമായിട്ട് ശമ്പളം തരുന്ന ഒരേ ഒരു മുതലാളിയേ ഉള്ളൂ, അത് ഇവിടുത്തെ ലാലിച്ചനാണ് അല്ലേടാ എന്നിങ്ങനെ ഉദക്കുട്ടിച്ചായൻ ചോദിക്കണം. അതേ മുതലാളി, അതേ കുട്ടിച്ചായ എന്ന് രണ്ടുപേരും മാറി മാറി പറയാണ്ട. ശരി, എന്നാ വാ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് മോളെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലണം കേട്ടോ. അപ്പത്തിന് അവൻ്റെ ഒപ്പം പറയാനുണ്ട്, എടാ ഇതിങ്ങനെ പോയാൽ ശരിയാവോ എന്തോ അറിയത്തില്ല, പിന്നെ ഈ പെണ്ണ് ഇവിടെ സ്ഥിരമായിട്ട് കാണുമോ അതും അറിയത്തില്ല, ഇവരുടെ വേറെ ആങ്ങളമാരൊക്കെ ഇല്ലേ? അയ്യോ ഇവിടെ സ്റ്റാൻലി സാറിൻ്റെ ഭാര്യയുടെ സഹോദരങ്ങളുണ്ട്, എല്ലാം കൂടി ഇങ്ങോട്ട് കെട്ടെഴുന്നള്ളിച്ചിട്ട് വരും, അല്ലാതെ 3 മക്കളില്ലേ അയാൾക്ക്. പിന്നെ അത് പോരാഞ്ഞിട്ടോ, ഈ സ്റ്റാൻലി സാറിന് വേറെ സഹോദരങ്ങളുണ്ട് 3 എണ്ണം. ഇതെല്ലാം കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാലേ ഈ പെണ്ണിനെ ഇവിടുന്ന് തുരത്തി ഓടിക്കുക തന്നെ ചെയ്യും, അല്ലാണ്ട് ഇവിടെ നിർത്തിക്കുന്നൊന്നും ഇല്ല. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ എടാ അവതക്കുട്ടിച്ചായൻ പറഞ്ഞ അതിനപ്പുറം ഉണ്ടോ ഇല്ലേ അത് നമുക്കറിയത്തില്ല. എന്തായാലും ഈ പെണ്ണിന് അധികകാലം ഇവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ വിനോദ് ചോദിക്കുകയാണ് ആൻ്റപ്പനോട്, ശരി അങ്ങനെയാണെങ്കിലേ നമ്മൾ ആര് സൈഡ് നിൽക്കും? ഒരിക്കലും അലീനയുടെ സൈഡിൽ നിൽക്കാനേ പാടില്ല. അലീന ഇവർക്ക് ചെറിയ ചെറിയ എതിർപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്, അലീനെ കണ്ണെടുത്താൽ കണ്ടുവിടട്ടോ ഇവർക്ക്. അപ്പോൾ അവരങ്ങനെ സംസാരിച്ചിരിക്കാനുണ്ട്. പിന്നെ നമ്മുടെ കടപ്പാട്ടാണെങ്കിൽ കാണിക്കുന്നുണ്ട്, രാവിലെ തന്നെ രോഹിത് കോളേജിലൊന്നും പോവാൻ നിൽക്കുന്നുണ്ട്. അന്നത്തെ ദിവസം തന്നെ നമ്മുടെ കൃഷ്ണയ്ക്കും പോകണ്ട കേട്ടോ. അപ്പോൾ കൃഷ്ണ വന്ന് ചോദിക്കുകയാണ്, രോഹിത്തേട്ടൻ എന്താ ഇന്ന് പോകണ്ടായോ? സമരമാണ്. എന്ത് സമരം? ആർക്കോ ചായ ഉണ്ടാക്കി അത് കിട്ടിയില്ല എന്ന് പറഞ്ഞു കൊണ്ടുള്ള സമരമായിരുന്നു. ചായക്കൊക്കെ സമരം ചെയ്യും, പിന്നല്ലാണ്ട് അതൊക്കെ ഇന്നത്തെ കാലത്ത് വലിയ വിഷയമല്ലേ മോളെ എന്ന് നമ്മുടെ കൃഷ്ണയും അലിയും
രോഹിത്തും കൂടെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ എന്തൊക്കെയായാലും എനിക്കൊരു ചായ കിട്ടുമോ? ഫ്ലാസ്കിലുണ്ട്, ഞാൻ എടുത്തിരട്ടെ രോഹിത്തേട്ടാ? ആ പിന്നെ നീ എടുത്തെന്നോ. ഒരു കപ്പ് ഫ്ലാസ്കിൽ നിന്ന് ചായ എടുത്ത് രോഹിത്തിന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബാലേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വരും കേട്ടോ. ബാലേന്ദ്രനും ചോദിക്കുന്നുണ്ട് ഒരു കപ്പ് ചായ എനിക്ക് വേണമെന്ന്. അങ്ങനെ ബാലേന്ദ്രനും കൊടുക്കുകയാണ്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ചായയെല്ലാം കൊടുത്ത് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആണ് നമ്മുടെ വൈജ പതിയെ ഇറങ്ങി വരുവാണ് കേട്ടോ. വൈജ പതുക്കെ ഇറങ്ങി വന്നിട്ട് അതെ എനിക്കിന്ന് ഓഫീസിലേക്ക് പോകണം. എടാ രോഹിത്തെ, നീ എന്നെ കൊണ്ടുവിടാവോ? എങ്ങനെ, ബൈക്കിലോ? നിനക്ക് കാറുണ്ടോടാ? ഇല്ല, പിന്നെ എന്തിനാ നീ അങ്ങനെ എടുത്തു ചോദിച്ചത്? ബൈക്കല്ലേ ഉള്ളൂ, പിന്നെ ബൈക്കിലല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവൻ്റെ ഒരു സംസാരം. ആ കൊണ്ടുവിടാം, നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. രോഹിത് ഡ്രസ്സ് മാറാനായിട്ട് പോകണുണ്ടോ? ഇതിനിടയ്ക്ക് പതിയെ വൈജ ബാലേന്ദ്രൻ്റെ ചെവിൻ്റെ അടുത്തേക്ക് പതുക്കെ വന്നിട്ട് പറയാം, ബാലേന്ദ്ര ഞാൻ ഇന്ന് മുതൽ ഓഫീസിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ ബാലേന്ദ്രൻ തിരിഞ്ഞ് കൃഷ്ണമോൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അച്ഛൻ വാങ്ങി വരാം കേട്ടോ. വിഷയം മാറ്റുന്നത് മനസ്സിലാക്കുമ്പോൾ വീണ്ടും വൈജ ഒന്നും കൂടെ പറയാം, എനിക്കിന്ന് ഓഫീസിൽ പോകണമെന്ന്. അപ്പോഴത്തേക്കിനും ബാലേന്ദ്രൻ പറയാം, പോകണമെങ്കിൽ പോകണം, നീ എവിടെയും പോവുകയോ വരെയോ ചെയ്യോ, എവിടെയൊക്കെ പോയിന്നോ എപ്പോഴൊക്കെ തിരിച്ചു കയറി വരുന്നെന്നോ ഇതുവരെ നീ എന്നോട് പറഞ്ഞിട്ടുമില്ല, ഞാനൊന്ന് ചോദിച്ചിട്ടുമില്ല എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങോട്ട് ദേഷ്യം പിടിക്കാട്ടോ. എന്നിട്ട് വൈജ ചോദിക്കുന്നുണ്ട്, ഓ രാവിലെ തന്നെ മറ്റവൾ പോയതിൻ്റെ ചുരുക്കമായിരിക്കും കാണിക്കുന്നതല്ലേ എന്നോട്. ദേ വൈജയെ സംസാരിച്ച പോലെ എൻ്റെ അടുത്ത് രാവിലെ എന്നും പറഞ്ഞുകൊണ്ട് വല്ലതും എന്നോട് സംസാരിക്കാൻ വന്നാലേ ഞാനും തിരിച്ചങ്ങോട്ട് ചോദിക്കും, അതിനൊന്നും നിനക്ക് മറുപടി ഉണ്ടാവില്ല, നീ താങ്ങില്ല വൈജയെ എന്നിങ്ങനെ പറയുമ്പോൾ വൈജ മിണ്ടാതെ അങ്ങ് പോവാട്ടോ. കൃഷ്ണ പേടിച്ചിരിക്കുക, ഇപ്പോൾ ഇവിടെ ഒരു വലിയ വഴക്കുണ്ടാവുന്നു. ഉടനെ വിഷ്ണയുടെ മുഖത്ത് നോക്കി ബാലേന്ദ്രനെ കണ്ണിറക്കി കാണിച്ചിട്ട് ചുമ്മാ എന്ന് പറയുക. അതോടെ കൃഷ്ണയ്ക്ക് സമാധാനമായി. ഡ്രസ്സൊക്കെ മാറി പെട്ടെന്ന് തന്നെ രോഹിത് താഴേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ടും രോഹിത്തിനെ വഴക്ക് പറയുകയാണ് കേട്ടോ. എന്താടാ നിനക്ക് ഇത്ര താമസം? ഞാൻ താമസിച്ചോ? അപ്പം ബാലേന്ദ്രൻ അവിടെ നിന്ന് ആക്ഷൻ കാണിക്കണ്ടേ, മിണ്ടണ്ട, പെട്ടെന്ന് കൊണ്ട് വിട്ടോന്ന്. അങ്ങനെ പുറത്തേക്ക് അവർ ഇറങ്ങി വരാണ്. വന്ന ഉടനെ തന്നെ രോഹിത്ത് ബൈക്കുമായിട്ട് വരുവാണ് കേട്ടോ. ബൈക്കിൽ കയറാൻ വൈജിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, ഒരു കാല് വയ്യല്ലോ. രോഹിത്തിനോട് പറയാം, നീ എന്താടാ ബൈക്ക് ഇങ്ങനെ വച്ചേക്കുന്നത്, അങ്ങനെ വച്ചേക്കുന്നത്, നേരെ വയ്യടാന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്കും നുള്ളും അടിയൊക്കെ കൊടുത്തിട്ടാണ് വണ്ടിയിലേക്ക് കയറുന്ന കേട്ടോ, വലിയ പാടുപെട്ടിട്ട്. അപ്പം അതിനിടയ്ക്ക് ബാലേന്ദ്രൻ അച്ഛൻ കൊണ്ടുവിടുമെന്ന് രോഹിത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. ബാലേന്ദ്രൻ പറയാം, ഞാൻ കുറച്ച് താമസിക്കും, വേണം അപ്പോഴും വരാൻ പറ്റുന്നുള്ളവർക്ക് എൻ്റെ കൂടെ വരാം എന്ന് ബാലേന്ദ്രൻ പറയുകയും ചെയ്യാണ് കേട്ടോ. അതൊന്നും പറ്റില്ല, എനിക്കിപ്പോൾ തന്നെ ഓഫീസിൽ പോയേ പറ്റുള്ളൂ എന്നും പറഞ്ഞാണ് വൈജ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ബൈക്കിൽ വലിയ പാടുപെട്ട് കയറുകയാണ്. എന്നിട്ട് പറയാം, എടാ നീ എന്നെ ഉരുട്ടി തള്ളിയിടരുത്, വളരെ പതുക്കെ വേണം എന്നെ കൊണ്ടുപോകാനെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ പോകുമ്പോഴത്തേക്കിനും കൃഷ്ണ അച്ഛനോട് പറയാം, അച്ഛാ എനിക്ക് നല്ല പേടിയുണ്ട്, മിക്കവാറും അമ്മ തന്നെ ഏട്ടനെ ഉരുട്ടി തള്ളിയിടുമെന്ന് തോന്നുന്നു. എന്തൊരു പാടാ, വരണത് വരെ പോട്ടെ, നമുക്ക് നോക്കാം മോളെ, എനിക്കും പോവാൻ സമയമായി. ഈ കപ്പ് അങ്ങോട്ട് വയ്ക്കുക, ഞാൻ കഴുകി വെച്ചോളാം, അച്ഛൻ തന്നേരെ. ആ ഡൈനിങ് ടേബിളിൽ എൻ്റെ ബാഗ് ഇരുന്ന് മോളെ, അതുകൂടെ ഇങ്ങനെ എടുത്തിട്ട് വാ. അങ്ങനെ കൃഷ്ണ കപ്പ് കൊണ്ടുവച്ചിട്ട് ആ ബാഗ് എടുത്ത് അച്ഛൻ്റെ കൊടുക്കുക. ബാലേന്ദ്രൻ കാറിലേക്ക് പോകാനായിട്ട് കയറി ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ കൃഷ്ണ പെട്ടെന്ന് അച്ഛനോട് ചോദിക്കുക, അച്ഛൻ ഓക്കെ അല്ലേ? എന്താ മോളെ നീ അങ്ങനെ ചോദിച്ചത്? അല്ല അച്ഛന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല മോള് വിഷമിക്കാതെ, ഇനിയിപ്പോൾ ഓക്കെ അല്ലെങ്കിലും നമ്മൾ ഓക്കെ അല്ലേ ആയല്ലേ പറ്റത്തുള്ളൂ. എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, അവർക്ക് വേണ്ടി കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല, ജീവിതമല്ലേ, അങ്ങനെ അങ്ങ് പൊക്കോളും. പിന്നെ നീ കൂടുതലൊന്നും തല പുണ്ണാക്കണ്ടിട്ട് ആലോചിച്ച് തൽക്കാലം ഈ തലയൊന്നും മിണ്ടാതെ വെച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞ് കൃഷ്ണയ്ക്ക് ഒരു കൊട്ട് കൊടുത്തിട്ട് അച്ഛൻ പോവുകയാണ്. അപ്പോൾ കൃഷ്ണയ്ക്ക് നല്ല ഒരു ടെൻഷനും ഉണ്ട്. പിന്നെ കൃഷ്ണയോട് ചോദിച്ചിട്ടാണ് പോകുന്നത്, ഒറ്റയ്ക്കിരിക്കാൻ നിനക്ക് പേടിയുണ്ടോ? ഇല്ല, പേടിയൊന്നുമില്ല അച്ഛാ, ഇവിടെ സന്ധ്യ ചേച്ചിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണ അകത്തേക്ക് കയറി പോകുന്നത് കേട്ടോ. അപ്പം കുളത്തൂപ്പുഴയിൽ രാവിലെ തന്നെ നമ്മുടെ സ്റ്റാൻലി അങ്ങോട്ട് മദ്യപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുമ്പിൽ ഇഷ്ടംപോലെ ഗ്ലാസും ഇഷ്ടംപോലെ കുപ്പികളൊക്കെ നിരന്നിട്ടിപ്പുണ്ട്. ഇഷ്ടമുള്ളത് മാറി മാറി ഒഴിച്ച് അങ്ങോട്ട് കുടിക്കുകയാണ് കേട്ടോ. അന്നേരം ഔതക്കുട്ടി ചായന അങ്ങോട്ട് വരുന്നുണ്ട്. എടാ സ്റ്റാൻലി, നീ രാവിലെ തുടങ്ങിയോ? എന്തേ, അപ്പച്ചന് വേണോ? എനിക്ക് വേണ്ട. അതെന്താ? എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതൊന്നും കഴിച്ചുകൊണ്ട് എനിക്ക് അലീനയുടെ മുമ്പിൽ പോയി നിൽക്കാൻ വയ്യ. ഓ പേടിയാണല്ലേ അവളെ? പേടിച്ചിട്ടൊന്നും അല്ലടാ, മണം അടിക്കുന്നുള്ളതാണോ? മണമില്ലാത്ത സാധനമുണ്ട്. എടാ, മണം ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും അത് കഴിച്ചിട്ട് അവളുടെ മുന്നിൽ പോയി നിൽക്കാൻ എനിക്ക് ചെറിയ നാണക്കേടുണ്ട്. നാണക്കേടോ? അതെന്തിനാ ആ കുട്ടിച്ചായൻ അങ്ങനെ നാണക്കേട് വരുന്നത്? എനിക്ക് നാണക്കേടില്ലല്ലോ, നിനക്കില്ലായിരിക്കും, പക്ഷേ എനിക്കുണ്ട്. പാവം ആ പെങ്കൊച്ച് പറയുന്നതിലും കാര്യമില്ലേ? എന്ത് കാര്യം? എനിക്കാരെയും പേടിക്കേണ്ട കാര്യവും നാണക്കേടിൻ്റെ കാര്യമൊന്നുമില്ല. ഇതെൻ്റെ ശീലങ്ങളാണ്, അതൊന്നും ഞാൻ മാറ്റത്തില്ല. വേണ്ട, മാറ്റണ്ട. പിന്നെ ഞാൻ നിന്നോട്, നീ പക്ഷേ കുടിക്കണ്ടെന്നൊന്നും ഞാൻ പറയില്ല, നീ കുടി കുറച്ച് കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കേണ്ട, അവൾ പറഞ്ഞോടനെ കുറയ്ക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞോട് വലിയ ഗമയിൽ സ്റ്റാൻലി പറയാണ്. അന്നേരം കുട്ടിച്ചായൻ പറയാനുണ്ട്, നിനക്ക് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറയാം, പക്ഷേ നീ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ
നിനക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് വന്നു പോയാൽ ആ പെൺകൊച്ചിന് വേറെ ആരാടാ ഉള്ളത്? നിൻ്റെ ഭാര്യയുടെ സഹോദരന്മാരും എല്ലാ മക്കളുകളും എല്ലാം കൂടി ഇങ്ങോട്ട് വരും. എന്നിട്ടേ അതിനെ ഇവിടുന്ന് അടിച്ച് ഓടിക്കും, എന്നെയും ഓടിക്കും. അതാണ് നടക്കാൻ പോകുന്നത്. ഇല്ല അപ്പച്ചായ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കില്ലെന്ന് നീയാണോ അങ്ങ് തീരുമാനിക്കുന്നത്? ആയുസിൻ്റെ കണക്ക് പുസ്തകം നിൻ്റെ കയ്യിലുണ്ടോടാ? നമ്മുടെ ആരുടെ കയ്യിലും ഇല്ല. ഇതൊക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത്, ആർക്ക് എപ്പോഴാണ് വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം സൂക്ഷിച്ച് കണ്ട് മുന്നോട്ട് പോകണമെന്ന്. ആ പെൺകുച്ചിന് അവൾക്ക് ഇപ്പോഴാണ് അവളൊന്ന് സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങിയത്. അതിനിടയ്ക്ക് നമ്മളും കൂടി ഇങ്ങനെ കാണിച്ചാൽ അത് ശരിയാവോ? അവൾ പറയുന്നതിലും കാര്യമില്ലേ? പറ. ഇനിയെങ്കിലും അവളെ നമുക്ക് നല്ല ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കണ്ടേ? എനിക്കിത്രയും നിന്നോട് പറയുവാനുള്ളൂ, വേറൊന്നും എനിക്ക് പറയാനില്ല. അല്ലാതെ എനിക്ക് ആ കൊച്ചിനെ പേടിച്ചിട്ടോ ഒന്നുമല്ല. എന്നിട്ട് ഉടനെ തന്നെ അപ്പച്ചൻ ഇത്രയും ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകട്ടോ. അപ്പോൾ സ്റ്റാൻലി കുറച്ച് നേരം അപ്പച്ചനെ ഒന്ന് നോക്കുക. അത് പറഞ്ഞത് കാര്യമുണ്ടെന്ന് മനസ്സിലാവണം കേട്ടോ. അങ്ങനെ അടുത്ത് കഴിക്കാനായിട്ട് കയ്യിൽ ഗ്ലാസും കള്ളും ഐസും ഒക്കെ ഇട്ട് എടുക്കുകയാണ്. എന്നിട്ട് വായിലടുത്തേക്ക് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് അത് വേണ്ടാന്ന് വെച്ച് തിരിച്ച് വെക്കാനുണ്ട്. എന്നിട്ട് തല അവിടെ ബെഡിൽ ചാച്ച് വെച്ച് എന്തൊക്കെയോ ആലോചിച്ച് അവിടെ ലാലിച്ചൻ ഇരിക്കണം. അതേസമയം തന്നെ നമ്മുടെ അലീന ഇന്ന് അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. കാരണം അവിടെ ഔസേപ്പിൻ്റെയൊക്കെ കള്ളത്തരങ്ങൾ പലതവണ കണ്ടുപിടിച്ചതാണല്ലോ. ഔസേപ്പല്ല, പൗലോസ്. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഇഷ്ടംപോലെ പച്ചക്കറികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് രാവിലത്തേതിന്. എല്ലാം ഒരുതരം വലിയ കേടൊന്നുമില്ല, എന്നാൽ ഇച്ചിരിയൊക്കെ പഴകിയതാണ്. ഒരു ദിവസത്തെ കേടേ ഉള്ളൂ. പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഫ്രിഡ്ജിലില്ല, വയ്ക്കാണ്ട് പുറത്ത് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. അതുപോലുള്ള പച്ചക്കറിയാണ് കിച്ചണിലിരിക്കുന്നത്. അന്നേരം ആ സമയത്ത് പൗലോസിൻ്റെ അടുത്തേക്ക് അലീന ഒന്ന് ചോദിക്കുക, രാവിലെ തന്നെ ജോലിയാണല്ലേ? അതെ. അലീനെ കാണാൻ അയാൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അലീന ചോദിക്കാണ്ട്, ഇതൊക്കെ എന്താ ഈ പച്ചക്കറികളൊക്കെ മാറ്റി വച്ചിരിക്കുന്നത്? അതൊക്കെ എടുത്ത് കളയാൻ വച്ചിരിക്കുന്നതാ. കളയാനോ? ഇതൊക്കെയോ? ഇത്രയും പച്ചക്കറിയോ? അതെ. ഇതെന്ന് വാങ്ങിച്ചതാ? ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നതാ. പിന്നെ ഈ ക്യാരറ്റിന് എന്താ കുഴപ്പം? ഇത് നടുക്കൂടെ ഒരു വിള്ളൽ വീണേക്കുന്നുണ്ടല്ലേ, അതുകൊണ്ടാണ് അതെടുക്കാന്നത്. ടൊമാറ്റോയ്ക്ക് എന്താ കുഴപ്പം? അതിൻ്റെ പുറത്ത് പുണ്ണ് പോലെ ഒരു പാടിരിക്കുന്നില്ലേ, അതുകൊണ്ടാണ്. ക്യാരറ്റിന് ചിലപ്പോൾ അത് വിളഞ്ഞ് പൊട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടായി വിടവ് വരുന്നത്. തക്കാളിക്കാണെങ്കിലോ അല്ലെങ്കിൽ തന്നെ പച്ചക്കറികളിലൊക്കെ ചെറിയ ചെറിയ പാടുകളും ഇതൊക്കെ ഒന്നും ഇല്ലാതെ ഏത് പച്ചക്കറികളാണ് നമുക്ക് കിട്ടുക? അതൊക്കെ ചീത്തയെന്ന് പറയാൻ പറ്റുമോ പൗലോസ് ചേട്ടാ? അങ്ങനെയല്ലെന്നേ, ഇതൊന്നും വെച്ച് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ സാറിന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. സാറിന് ഇഷ്ടമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇതിൽ വലിയ കേടോ അഴുക്കയോ ചീത്തായതോ ഒന്നുമില്ല. നിങ്ങളെന്താ വാങ്ങിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാത്തത്? അതുകൊണ്ടല്ലേ ഇത് ഇങ്ങനെ ആയത്? അല്ലെന്നേ, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നത് ഇവിടെ സാറിന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അത് ശരി, അപ്പോൾ ഒന്നും ഇഷ്ടമല്ല. അങ്ങനെ ഈ പച്ചക്കറി അങ്ങനെ കളയാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. കുഞ്ഞൊന്ന് പോയേ, ഞാനല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം, ഞാൻ നോക്കിക്കോളാം എന്ന് പൗലോസ് പറയാട്ടോ. അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ കുറേ സാധനങ്ങൾ വീണ്ടും മാറ്റി വെച്ചേക്കാട്ടോ. ഇവരുടെ സ്ഥിരം പരിപാടി ചീത്തയായതെന്നും പറഞ്ഞുകൊണ്ട് നല്ല സാധനങ്ങളെല്ലാം മാറ്റി അവിടെ വരുന്ന ജോലിക്കാരിക്കും ഇവരും എല്ലാം മാറ്റി മാറ്റി കൊടുക്കലാണല്ലോ പണി. അതുപോലെ കുറേ സാധനങ്ങൾ അവിടുന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അലീനയുടെ കണ്ണിൽ പെടുക കേട്ടോ. അത് പൗലോസ് കാണുകയും ചെയ്യണം. ഇതൊക്കെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.